ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മലയോരം തട്ടുകടയിലെ ബോളി റെസിപ്പിയിലേക്ക് പോകാം. അതിനായി വേണ്ടത് മൈദ മാവാണ്. അപ്പോൾ മൈദ മാവ് ആവശ്യത്തിനെടുക്കുന്നു, അതിലേക്ക് ഉപ്പിടുന്നു, പിന്നെ മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ വെള്ളമൊഴിച്ച് പരുവത്തിന് ഇങ്ങനെ ഞവിടി കുഴച്ച് ഇങ്ങനെ പരുവത്തിന് ഞവിടിയെടുക്കുന്നു. അധിക നേരം വെച്ചിരിക്കുകയോ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ജോലി അങ്ങ് തീർക്കാനായിട്ട് പറ്റും. ഒട്ടിപ്പിടിക്കാതിരിക്കും. പരത്തുമ്പോൾ ഇങ്ങനെ ഇച്ചിരി മാവും കൂടി തൂറ്റിയിട്ട് അതിൻ്റെ പുറത്തിട്ട് പരത്തും. അപ്പോൾ നമ്മുടെ ആ കല്ലിൽ മാവ് ഇങ്ങനെ ഒട്ടില്ലല്ലോ. അപ്പോൾ ആ പ്രോസസ്സാണ് വാപ്പ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കട്ടയും ഇങ്ങനെ പരത്തിയെടുക്കും അല്ലേ അപ്പ? ഇങ്ങനെ പരത്തിയിട്ട് അരിമാവ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിരത്തണം. ഓ എന്തോ ഇനി എണ്ണ ഒഴിക്കും. നിങ്ങളെയും കൂടെ പിടിക്കാം. അത് നമ്മുടെ ബന്ധുവും പിന്നെ നമ്മുടെ നെയ്ബറും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുമായും കൊച്ചാപ്പായും ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് അവരും അവിടെ വന്നു. ഇനി ഇതിനൊന്ന് നിരത്തുന്നു. ഇനി ഒരേ ലെവലിൽ ഇങ്ങനെ മടക്കും. അപ്പോൾ അടുത്ത പ്രോസസ് കട്ട് ചെയ്യുക. ഇങ്ങനെ ഓരോന്നിനെ എടുത്ത് ഇങ്ങനെ പരത്തും. ഒരുപാട് നീളം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല അല്ലേ അപ്പ? ഒരു കണക്കിന്. അങ്ങനെ ഇതിലെ ഓരോന്നും ഇങ്ങനെ എടുക്കുന്നു, ഇതുപോലെ പരത്തുന്നു, അങ്ങോട്ട് മാറ്റി അയക്കുന്നു. ആ എണ്ണ തിളച്ചല്ലേ മാ? തിളപ്പിക്കാനുള്ള ശേഷം നമ്മളിവിടെ പരത്തി ഇങ്ങനെ വെച്ചേക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ആ എണ്ണയിലേക്ക് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പൊങ്ങി വരില്ലേ? ഓക്കെ. അതിനുശേഷം ഒരു സ്റ്റെപ്പിൽ ഒരു 3-4 ഇടാം അല്ലേ മാ? ഇത് ഇതിനെങ്ങനെ ആക്കി 2 കമ്പിയോ നടപ്പുളയോ. ഓ, ഇതിനിങ്ങനെ തുറന്നു കൊടുക്കണം. നല്ല നേരെ ഇങ്ങനെ അത് ജോലിയാണ്. ഓക്കെ. ഇതുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഇതേന്നും പറഞ്ഞ് നിൽക്കാം. മാറാൻ പറ്റൂല. ഇങ്ങനെ പൊരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇതിങ്ങനെ മൊത്തം പൊരിച്ച് കഴിഞ്ഞു.
ഇനി നമ്മൾ ലാസ്റ്റ് ഘട്ടം അല്ലേ അമ്മ, പാണിയൊഴിപ്പ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാ ഈ ബോളി ഉണ്ടാക്കുന്നതെന്ന്? വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ ബോളി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നല്ല വൃത്തിയും, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ബോളി പോലും നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ആർക്കും വിശ്വസിച്ച് വന്ന് നമ്മുടെ കടയിൽ നിന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തെന്നൂര് വഴി പോകുമ്പോൾ ഒന്ന് ഇറങ്ങി കഴിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.